ഈശോയിൽ സ്നേഹമുള്ളവരെ, സെപ്റ്റംബർ 8 തീയതി പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളാണ്. ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ ഞാൻ ആശംസിക്കുന്നു. ഇന്ന് സഭ നമുക്ക് വായനയ്ക്കായിട്ട് നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം യേശുവിൻ്റെ വംശാവലിയാണ്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങളാണ്. കുറേയധികം നമുക്ക് അപരിചിതമായ പേരുകളുടെ ഒരു സമാഹാരം എന്നാണ് നമുക്ക് പലപ്പോഴും ഇവയെപ്പറ്റി തോന്നുക, ഈ വംശാവലിയെപ്പറ്റി തോന്നുക. പക്ഷേ ഏറെ അർത്ഥപൂർണമായ ഒരു ബൈബിൾ ഭാഗമാണിത് എന്ന് പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കുക. യേശുവിനെ ദാവീദിൻ്റെ വംശത്തിൽ പിറന്നവനായിട്ട് മത്തായി ചിത്രീകരിക്കുകയാണ്. ഹീബ്രു ഭാഷയിലെ ഓരോ പേരിനും അതിൻ്റെ അക്കങ്ങൾ കൂട്ടുമ്പോഴൊരു സംഖ്യ അതിൻ്റെ വിലയായിട്ട് വരും. ഡേവിഡ് എന്നുള്ള പദം, അത് ഹീബ്രു പദത്തിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ 14ആണ്. അപ്പോൾ 14 വീതമുള്ള 3 ഗണങ്ങളായിട്ട് ഇവിടെ തിരിക്കുന്നു. നമുക്കറിയാം, കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ എല്ലാ പൂർവ്വപിതാക്കളെയും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല, എല്ലാ തലമുറകളും ഇതിൽ വന്നിട്ടില്ല. അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു ദൈവശാസ്ത്ര പദ്ധതി പ്രകാരമാണ് ഈ ജീനിയോളജി, വംശാവലി മത്തായി രചിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ മത്തായി അത് വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം നമ്മൾ ഈ ഇന്നത്തെ സുവിശേഷം വായിക്കുമ്പോൾ ആദ്യം നമ്മൾ ചിന്തിക്കുക, യേശു ദാവീദിൻ്റെ വംശത്തിൽ പിറന്ന, നൈയാമികമായിട്ട് ആ വംശത്തിൽ പിറന്ന വ്യക്തിയാണ്. ദാവീദിൻ്റെ വംശജനാണ്. അങ്ങനെയാണ് ജോസഫിൻ്റെ വംശാവലിയിലെത്തുന്നത്. അതേസമയം തന്നെ 1-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: യാക്കോബ് മറിയത്തിൻ്റെ ഭർത്താവായ ജോസഫിൻ്റെ പിതാവായിരുന്നു. അവളിൽ നിന്ന് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചു. അപ്പോൾ ക്രിസ്തുവിൻ്റെ ജനനത്തെപ്പറ്റി പറയുമ്പോൾ അത് മറിയത്തിൽ നിന്നാണ് എന്ന് എടുത്തു പറയുകയാണ് മത്തായി. കന്യകാജനനം, ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടൽ വഴിയായിട്ടാണ് ഈശോ ജനിക്കുന്നത്. ഇതൊക്കെ വ്യക്തമാക്കാനാണ് മറിയത്തിൽ നിന്ന് ക്രിസ്തു ജനിച്ചു എന്നുള്ള സത്യം മത്തായി പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നത്. നമ്മളിന്ന് ആദ്യം ചിന്തിക്കുക ഇത് തന്നെയാണ്. പരിശുദ്ധമ്മയുടെ കന്യകയായ ദൈവമാതാവായ മറിയത്തിൻ്റെ ജനനത്തിരുനാളെന്ന് പ്രത്യേകമായിട്ട് അനുസ്മരിക്കുമ്പോൾ ദൈവം തൻ്റെ ഏറ്റവും സവിശേഷമായ ഇടപെടലിലൂടെ യേശുവിനെ പരിശുദ്ധമ്മയിലൂടെ ജനിക്കാൻ അവസരമൊരുക്കി എന്നുള്ള വലിയ സത്യം നമ്മൾ ഓർക്കുന്നു. മാനുഷികമായിട്ട് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ദാവീദിൻ്റെ വംശാവലിയുണ്ട്. അതൊരു പക്ഷേ യഹൂദന്മാർക്ക് വ്യക്തമാക്കി കൊടുക്കാനാണ്. യേശു ഇതാ ദാവീദിൻ്റെ വംശപരമ്പരയിൽപ്പെട്ടവനാണ് എന്ന് വ്യക്തമാക്കി കൊടുക്കാൻ ആണത്. പക്ഷെ അതിലുമുപരിയായി ദൈവം തൻ്റെ പദ്ധതി പൂർണ്ണമാക്കുക തൻ്റെ പ്രത്യേകമായ ഇടപെടൽ വഴിയാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് ഈ സുവിശേഷം നമ്മളെ സഹായിക്കുന്നുണ്ട്. രണ്ടാമത്, നമ്മൾ ഈ സുവിശേഷത്തിൽ, ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ കാണുക 4 സ്ത്രീ കഥാപാത്രങ്ങളെയാണ് പഴയ നിയമത്തിൽ നിന്ന്. യൂദായുടെ മരുമകൾ കാനാൻകാരി താമാർ, ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 1 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിലാണ് നമ്മളവിടെ കാണുക. അതുപോലെ വേശ്യയായ റാഹാബ്, അവർ രണ്ടുപേരും ഒരു തരത്തിൽ പറഞ്ഞാൽ അധാർമികമായ ജീവിതശൈലിയുടെ അടയാളങ്ങളാണ്. റൂത്ത് ഭർത്താവ് മരിച്ചിട്ടും അമ്മായിയമ്മയോട് വിശ്വസ്തത പുലർത്തി എപ്പോഴും അമ്മായിയമ്മയോട് കൂടെ ഉറച്ചു നിന്നവളാണ്. അവൾ കുറേയൊക്കെ വിശ്വസ്തയുടെ അടയാളമായിട്ടാണ് നമ്മൾ കാണുക. 4ാമത് നമ്മൾ അവിടെ വ്യക്തമായിട്ട് പറയുന്നില്ലെങ്കിലും ബേത്ശബായാണ്. ഊറിയായുടെ ഭാര്യയെ
ദാവീദ് സ്വന്തമാക്കുന്ന കഥയൊക്കെ നമ്മൾ കാണുന്നുണ്ട് 2 സാമുവേൽ 11 അധ്യായത്തിൽ. അപ്പോൾ ഈ 4 പേരും ഓരോ രീതിയിൽ തിന്മയുടെ ആ പശ്ചാത്തലത്തിൽ ജീവിച്ചവരാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആ അനുഭവം, ദുരനുഭവം ഏറ്റുവാങ്ങേണ്ടി വന്നവരാണ്. അതിൽ നിന്നൊക്കെ മറികടന്ന് ആ സ്ത്രീജനങ്ങളെയൊക്കെ അവരുടെ കുറവുകളൊക്കെ മാറ്റി ദൈവം വലിയ പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്ന ഏറ്റവും വലിയ, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കാണാവുന്ന ഏറ്റവും വലിയ മഹതിയാണ് പരിശുദ്ധമ്മ. അപ്പോൾ തിന്മയെ ജയിക്കാൻ കുറവുള്ള നമ്മുടെ ചരിത്രത്തെ, നമ്മുടെ അവസ്ഥകളെയൊക്കെ, കുറവുകളെല്ലാം പരിഹരിച്ച് അതെല്ലാം ദൈവകൃപയാൽ നിറയ്ക്കാൻ സാധിക്കുമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഏറ്റവും വലിയ വ്യക്തിത്വമാണ് പരിശുദ്ധമ്മ എന്ന് ഈ സുവിശേഷം നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. മൂന്നാമത്, നമ്മൾ ഈ സുവിശേഷം ഈശോയുടെ വംശാവലി വായിക്കുമ്പോൾ അവിടെ വളരെയധികം പേര് തെറ്റായ രീതിയിൽ ജീവിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. സോളമൻ തെറ്റ് പറ്റിയവനാണ്. അതുപോലെ തന്നെ റഹോബാവാം, അബീജ, ജോറാം, ഉസിയ, ആഹാസ്, മനാസെ എന്നിവരൊക്കെ വലിയ തെറ്റുകാരാണ്. അവരൊക്കെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഏറെ തെറ്റുകൾ ചെയ്തവരാണ്. മൂന്നാമത്തെ ഗണം ആരംഭിക്കുന്ന യക്കോണിയ, അദ്ദേഹത്തെ കയ്യാമം വെച്ച് ബാബിലോണിലേക്ക് കൊണ്ടുപോകപ്പെട്ട വ്യക്തിത്വമാണ്. പക്ഷെ ഇവരുടെയൊക്കെ ഈ വംശാവലി ഇവരൊക്കെ ഉണ്ടെങ്കിലും അവസാനം നമുക്ക് കാണാൻ സാധിക്കും കർത്താവ് ഇവരുടെയൊക്കെ, ഈ കുറവുകളുള്ള മനുഷ്യരുടെയൊക്കെ മുൻപിൽ അല്ലെങ്കിൽ അവസാനം വന്നുകൊണ്ട് മത്തായി 1 അധ്യായം 21 പറയുന്നത് പോലെ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുമെന്നുള്ള ദൈവത്തിൻ്റെ വലിയ വാഗ്ദാനം ഈശോയിൽ പൂർത്തിയാകുന്നു. മനുഷ്യകുലം കടന്നു വന്ന വഴികൾ കുറവുകളും പോരായ്മകളും ഉള്ളതാണെങ്കിലും ഈശോയുടെ മനുഷ്യാവതാരം എല്ലാത്തിനെയും വിമലീകരിക്കുന്നു, ശുദ്ധമാക്കുന്നു, പൂർണ്ണതയിലേക്കെത്തുന്നു. അതിനായിട്ട് പരിശുദ്ധ അമ്മ സ്വയം വിട്ടുകൊടുക്കുന്നു. ഏറ്റവും രക്ഷ നൽകാനായി രക്ഷകനോടൊപ്പം ഏറ്റവും അടുത്ത് സഹകരിച്ചവളായിട്ട് മറിയം മാറുന്നു. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ ജന്മത്തിരുനാളിൽ നമുക്ക് ഈ കാര്യം ഓർക്കാം. ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടൽ, മനുഷ്യൻ്റെ മഹത്വമോ വംശപരമ്പരയോ കഴിവുകളോ പ്രത്യേകമായിട്ട് എന്തെങ്കിലും ആഭിജാത്യമോ ഒന്നും അല്ല ദൈവത്തിൻ്റെ ഇടപെടലിന് ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്നത്. പരിശുദ്ധ അമ്മ ഇന്ന് നമ്മുടെയൊക്കെ മാതൃകയായി പരിലസിക്കുന്നു. സ്ത്രീകൾക്ക് മാത്രമല്ല, എല്ലാ മനുഷ്യർക്കും ഇന്ന് തിന്മയെ അതിജീവിക്കാൻ, തിന്മയെ ചെറുത്തു തോൽപ്പിക്കാനുള്ള ദൈവത്തിൻ്റെ പ്രേരകശക്തിയായി മറിയം നിലകൊള്ളുന്നു. സർവോപരി പാപത്തെ ചെറുത്ത് രക്ഷ നൽകാൻ ദൈവത്തിനോട് ഏറ്റവും അടുത്ത് സഹകരിച്ചവളായിട്ട് മറിയം ചരിത്രത്തിൽ വിരാജിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് പ്രത്യേകമായി ഈ ദിനം യാചിക്കാം. അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ദിനത്തിൻ്റെ മംഗളങ്ങൾ ഏവർക്കും സമൃദ്ധമായിട്ട് ഉണ്ടാകട്ടെ. ആമേൻ.